ജീവിക്കുന്നു ഞങ്ങളിലൂടെ. പ്രിയമുള്ളവരെ, ഞാൻ സന്തോഷ് പറമ്പിൽ. നമ്മളുടെ പ്രിയപ്പെട്ട കോഴിത്തരം കാണിച്ച ഒരു MLA-ക്കെതിരെയുള്ള സമരത്തിൽ തെക്കിലും തിരക്കിലും പെട്ട് അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട നമ്മുടെ പാവപ്പെട്ട കോഴിക്ക് ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇല്ല മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. എന്റെ കോഴി രാവിലെ സമരത്തിന് കൊണ്ടുപോയിട്ട് പെട്ടെന്ന് തിരിച്ചു കൊണ്ടുതരാന്ന് പറഞ്ഞ കോഴിനല്ലേ മനുഷ്യ നിങ്ങൾ കൊന്നു കളഞ്ഞത്. ഇന്നലെ രാവിലെ വരെ ഈ മുറ്റത്തൂടെ ഭീമന്റെ ഒക്കെ കണക്കാൻ നടന്ന കോഴിയോ ഇന്നിതാ ഇവിടെ ബാബു നമ്പൂതിരിയെ പോലെ വന്ന് കിടക്കുന്ന. ഇത് നിനക്ക് വെറും കോഴി, ഇത് ഞങ്ങൾക്ക് രക്തസാക്ഷിയാണ്. കണ്ടില്ലേ, മരിച്ചു കിടക്കുമ്പോഴും മുഷ്ടി ചുരുട്ടി പിടിച്ചു കിടക്കുന്നു. അതിന് കോഴിക്ക് എവിടെ മുഷ്ടി? മുഷ്ടി ഇല്ലാത്തോണ്ടല്ലേ ഞാൻ ചിറക് ചുരുട്ടി വെച്ചത്. ഈ കോഴിനെ കാണുമ്പോ എന്റെ അച്ഛന്റെ ഓർമ്മ എങ്ങനെ വരുന്നത്? മുറ്റത്തൂടെ അപ്പിയിട്ട് നടന്ന നിന്റെ അച്ഛന്റെ ഓർമ്മ ഇവിടെ തീർന്നു. ഇന്നു മുതൽ ഇത് വിപ്ലവ കോഴിയാണ്, വിപ്ലവ കോഴി. നിങ്ങൾ ഈ രാഷ്ട്രീയ കോഴികൾക്ക് വേണ്ടിട്ട് ഇങ്ങനെയുള്ള കോഴികളെ കൊന്നിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തെ കോഴികൾക്ക് വംശനാശം സംഭവിക്കും. വേറെ ഒന്നും ഇവിടെ നടക്കൂല, നോക്കിക്കോ. എന്തിനാ ഞാൻ നാട്ടിലെ കോഴികളെ പറ്റി പറയുന്നത്? വീട്ടിലുണ്ടല്ലോ നല്ലൊരു കോഴി. അത് നീ എന്തോ അങ്ങനെ പറഞ്ഞേ? വെറുതെ പറഞ്ഞതാന്നേ. അല്ല, അതെന്താ നീ അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? നിങ്ങൾ എന്റെ ഫ്രണ്ട് ആദ്യം എന്റെ അടുത്ത് എന്താ മെസ്സേജ് ചെയ്തത്? എന്ത് മെസ്സേജ് ചെയ്തു? എന്തോ മോളൂസെ ജാടയാണോ? അയ്യോ, അത് അങ്ങനെ അല്ല. അവര് പെണ്ണുങ്ങൾ കൂട്ടം കൂടി നിൽക്കുന്ന കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് നമുക്കൊരു മെസ്സേജ് അയച്ചു. എന്താ മോളൂസെ, ജാഥയാണോ? അങ്ങനെയായിരുന്നല്ലേ? അപ്പൊ രമ്യക്കോ? അവളെ ഫേസ്ബുക്കിൽ നിങ്ങൾ നിരന്തരം മെസ്സേജ് അയക്കുന്നുണ്ട് ഇല്ലേ? അല്ല, അതെന്ന് പറഞ്ഞാലേ വാട്സപ്പില്, ഫേസ്ബുക്കില്, ഇൻസ്റ്റയില്, എന്തിന് ടെലഗ്രാമിൽ വരെ അവളാണ് എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചത്. അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഗൂഗിൾ പേയില് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അതെന്താന്ന് പറഞ്ഞാലേ ഈ കോഴിയുമായിട്ട് ഞങ്ങളൊരു നേതാവിനെതിരെ സമരത്തിന് പോയില്ലേ, ആ നേതാവിന്റെ കയ്യിൽ നിന്നാണ് ഈ ഗൂഗിൾ പേ മെസ്സേജ് അയക്കുന്ന സംഭവം എനിക്ക് കിട്ടിയത്. അല്ല, ഏതായാലും നേതാവിന്റെ പണി പോയി. ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നീ എങ്ങനെ പ്രതികരിച്ചേനെ? ഈ വീട്ടിൽ നിന്ന് അങ്ങനെ തന്നെ അങ്ങ് പുറത്താക്കിയ. ഈ കോഴിയെ പിടിച്ച് ഞാനൊന്ന് കുളിച്ചേച്ചും വരാം. എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഉൾക്കൊള്ളണം. എന്നത്തെ പോലെ തോർത്ത് നനച്ച് ദേഹം തുടയ്ക്കുന്ന പരിപാടിയല്ല. കുളിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ കുളിച്ചിരിക്കും. അയ്യോ, അതല്ല, എനിക്ക് ഈ കോഴി ചത്തണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അയ്യോ, ഒന്നും മനുഷ്യ, നിങ്ങൾ എന്ത് പ്രാന്താ കാണിച്ചതേ? എന്തോന്ന്? പാവം, ഈ കോഴിയുടെ കൊക്കും താലെല്ലാം കൂടി അടിച്ച് പറത്തി കളഞ്ഞില്ലേ? തലേ മലം തിരിച്ചറിയാൻ വയ്യാത്ത മണ്ടി. എന്റെ കോഴി. എടി, ഒരു കോഴി പോയാ 9 കോഴി വേറെ വരും. അത് നിങ്ങളുടെ പാർട്ടിയില്. ഞങ്ങളുടെ പാർട്ടിയെ കുറ്റം പറയരുത്. ഞങ്ങളുടെ പാർട്ടി ഭരണത്തിൽ വന്ന പുറത്തുനിന്ന് ഒരുത്തരും ഇവിടെ വന്ന് ഒരു പെണ്ണിനെ പീഡിപ്പിക്കാൻ പോകുന്നില്ല. അതിന്റെ ആവശ്യമില്ലല്ലോ, എല്ലാവരും നിങ്ങളെ പാർട്ടി തന്നെ ഉണ്ടല്ലോ. കുറച്ച് പേര് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. കൊറേ പേര് വരുന്നുണ്ടല്ലോ. അത് അവരെന്നെ കാണാൻ വേണ്ടി വരുന്നതാണ്. എന്തിന്? ഇനി അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ സന്തോഷ് പറമ്പിൽ സാധിക്കും. പിന്നെ നിങ്ങൾ പറമ്പിൽ സാധിക്കുന്ന കാണാനാണല്ലോ അവര് വരുന്നത്. ആണികൾ മുഴുവൻ എന്റെ പുറകിലാ. അതെ, നിങ്ങൾ അവിടുന്ന് വല്ലതും എടുത്തോണ്ട് പോന്നിട്ടുണ്ടോ? അതല്ല, നീ നോക്കിക്കോ, 1 വർഷം കൊണ്ട് ഈ പാർട്ടിയുടെ ചായ ഞാൻ മാറ്റും. ആദ്യം ഈ വീട്ടിലെ കട്ടൻ ചായ മാറ്റി ഒരു പാക്ക് പാല് വാങ്ങിട്ട് പാൽ ചായ ആക്കാൻ നോക്ക്. ചായ മാറ്റാൻ നടക്കും. നിനക്ക് വെറും പുച്ഛം. എടീ, പാർട്ടി പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ഒരു കസേര എനിക്ക് തരാമെന്ന്. ഓ മണ്ട, വല്ല ഫ്രിഡ്ജോ ടിവിയോ വാങ്ങേണ്ട സ്ഥാനത്ത് ഒരു മുളക്ക കസായം കൊണ്ട് ഇങ്ങോട്ട് പോരുന്നേ. ബോധമുണ്ടോ മനുഷ്യ? ഇവരൊക്കെ വിളിച്ചു പറയണ്ടേ എന്റെ കോഴി എങ്ങനെ ചത്തെന്ന് എനിക്ക് അറിയണം. അത് എടി, ജലബീരങ്കിക്ക് മുന്നിലും ചിറക് വിരിച്ചു നിന്നവനാണ് ഈ കോഴി. സാധാരണ നെഞ്ചു വിരിച്ചല്ലേ നിക്കാറ്, അതിനുള്ളതല്ലേ വിരിക്കാൻ പറ്റൂ. എടി, അത് കഴിഞ്ഞിട്ട് ഇവര് കണ്ണീർ വാതകം പ്രയോഗിച്ചു. പക്ഷെ നമ്മള് കുലുങ്ങിയില്ല. ഇല്ല, എനിക്കൊന്നും പറ്റിയില്ല. സെക്കൻഡ് ഹാൻഡ് സാധനമല്ലേ, പുക മാത്രമേ വന്നുള്ളൂ. നീ കണ്ണീർ ഒന്നും വന്നില്ല. വന്നിട്ടുണ്ടാവില്ല. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞു? ഞാൻ ടി വി കണ്ടല്ലോ. നീ ടി വി കണ്ടായിരുന്നില്ലേ? അതിന് കാരണമുണ്ട്. എടി, ഞങ്ങൾ ഈ കണ്ണീർ വാതക സംഭവം ചീറ്റി പോയപ്പം നമ്മുടെ DYSP ഒരു സ്പീക്കറും കൊണ്ട് ഞങ്ങളുടെ മുന്നിൽ വന്നിരുന്നു പുള്ളിയുടെ കുടുംബത്തിന്റെ കഥ മുഴുവനും പറഞ്ഞേ. ആ കഥ മുഴുവനും കേട്ടിരുന്ന് ഞങ്ങൾ സത്യം കരഞ്ഞ് കലങ്ങിപ്പോയി. പോരാത്തതിന് പുള്ളിയുടെ പെണ്ണും പിള്ള തുണി അലക്കുന്നില്ല എന്ന് പറഞ്ഞ് ഈ പുള്ളിയുടെ തലയ്ക്ക് ചപ്പാത്തി പല വെച്ചടിക്കുന്ന ഒരു കഥയുണ്ട്. നീ ഒന്ന് കേൾക്കണം. കരഞ്ഞു മെഴുകിപ്പോയി ഞാൻ ഇവിടെ ഇരുന്നു.
എന്റെ മനുഷ്യ കണ്ടൊരു അടുക്കളത്തെ കഥ പറഞ്ഞിക്കറിയാതെ എന്റെ കോഴി ചത്ത കാര്യം പറഞ്ഞോണ്ടാ? അല്ല അതാ പറഞ്ഞു വരുന്ന അതാണ്. അപ്പൊ ഈ പാർട്ടി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോരാൻ നേരം അണികൾക്ക് ഒരേ നിർബന്ധം, പാർട്ടി പതാകയെ നോക്കി സന്തോഷം ഒരു സല്യൂട്ട് കൊടുക്കണമെന്ന്. എന്നിട്ട് ഞാൻ നല്ല കീഴക്കച്ചയായിട്ട് ഇങ്ങോട്ട് നോക്കിട്ട് ഒരു സല്യൂട്ട് കൊടുത്തിട്ട് താഴോട്ട് നോക്കിയപ്പോ കാലിന്റെ കീഴിൽ ചത്ത് കിടക്കുന്നു കോഴി. ചുരുക്കി പറഞ്ഞ നിങ്ങളാണ് ചവിട്ടിക്കൊന്നത് എന്റെ കോഴിനെ. എങ്ങനെ ഇരിക്കുന്നു? ഇനി മേലാല് സമരം എന്നും പറഞ്ഞ് എന്റെ വീട്ടിൽ നിന്ന് എന്തേലും സാധനം എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ തനി സ്വഭാവം നിങ്ങൾ അറിയും. ഹലോ, ആ പറടാ. ആണാ? എത്ര മണിക്ക്? 6 മണിക്കാ? ആ എത്തു. വെച്ചോ. ഓക്കെ. എടീ സംഭവം പറഞ്ഞാ എന്തോന്ന്? ആടിന്റെ പദ്ധതിയിൽ മന്ത്രി അഴിമതി കാണിച്ചു. വൈകിട്ട് 6 മണിക്ക് ഒരു പ്രതിഷേധ ജാഥയുണ്ട്. അതിന് സമരത്തിന് പോവാൻ നിന്റെ ഒരു ആടിനെ ഒന്ന് തരുവോ? അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അല്ല, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ല. നമ്മുടെ ഫ്ലോറിലെ ഈ ഒരുപാട് ഈ പൊളിറ്റിക്കൽ സറ്റയർ സ്കിറ്റുകൾ അങ്ങനെ വരാറില്ല. നമ്മൾ സാധാരണ നാട്ടുമ്പുറം, വീട്, കുടുംബം, അങ്ങനെയുള്ള സാധനങ്ങളാണ് വരാറ്. പക്ഷെ ഈ ഇടക്കാലത്ത് ആദ്യമായിട്ടാണ് ഒരു പൊളിറ്റിക്കൽ സറ്റയർ. നമ്മളിപ്പോ ആരെ പറഞ്ഞതെന്നും നമ്മൾ പറയുന്നില്ല, അതൊക്കെ വേറെയൊക്കെ ഇതാണ്. പക്ഷെ അതെടുത്തത് നല്ലതായിരുന്നു. നമ്മൾ സറ്റയർ എന്നാൽ ഒരു പാർട്ടിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല. അതെ, അപ്പൊ അതെല്ലാം ഓക്കെ, നല്ല സേഫ് കളിച്ചു, നല്ല എനർജി ഉണ്ടായിരുന്നു. അല്ല അപ്പൊ എന്തായാലും ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കിയാലോ? യെസ്, ഓക്കെ ബാ. ₹16,000 ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ശ്വേത ചേച്ചി, നമുക്കത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താലോ? യെസ്, ഓക്കെ. അപ്പൊ പൈസയൊക്കെ കയ്യിൽ കിട്ടി. എന്തെങ്കിലും ഇതൊന്ന് മാറി നമ്മുടേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇല്ല, ഞാൻ ഭയങ്കര കോഷ്യസ് ആണ്. അതെ, മനസ്സിലായി ചേച്ചി. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത തവണ കിടിലമായിട്ട് പെർഫോം ചെയ്ത് തിരിച്ചു വരാം, പൊളിക്കാം. ഓക്കെ.